അമ്മയും മകനുമാണോ? അതെ അതെ. എന്താണ് ഇങ്ങനെ നിങ്ങളിങ്ങനെ അമ്മയും മകനും ഒരു സമരത്തിന് ഇവിടെ എത്താനുള്ള സാഹചര്യം? ഇത് ഞങ്ങളെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലം ജില്ലയിൽ അലൈമൺ പഞ്ചായത്താണ്, അഞ്ചലിനടുത്തുള്ള അലൈമൺ പഞ്ചായത്താണ്. നമ്മളെ വീടിന് ഓപ്പോസിറ്റ് ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിമെൻറ്റ് കട്ട കമ്പനിക്ക് പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ പഴയ അതിനുമുമ്പ് ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് പൂട്ടിപ്പോയതാണ്. ഈ ഓണർ തന്നെ അതിൻ്റെ ലൈസൻസ് സറണ്ടർ ചെയ്യും, അത് പ്രകാരം പഞ്ചായത്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ ആ പഴയ സ്ഥാപനത്തിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് കൺസെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് പുതിയ സ്ഥാപനത്തിൽ ലൈസൻസ് അപ്ലൈ ചെയ്തു, ലൈസൻസ് കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറി. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇല്ലീഗലാണ്, പുതിയതായിട്ട് സ്ഥാപനം തുടങ്ങണമെങ്കിൽ പുതിയ കൺസെൻറ്റ് എടുക്കണം. പുതിയ കൺസെൻറ്റ് എടുക്കണമെങ്കിൽ പുതിയ നിയമപ്രകാരമേ പറ്റത്തുള്ളൂ. 2021 നിയമപ്രകാരം 25 മീറ്റർ ചുറ്റളവിൽ വീടുകളുണ്ടെങ്കിൽ ഇതുപോലൊരു കട്ട കമ്പനി അവിടെ, ഇതൊരു സിമെൻറ്റ് കട്ട കമ്പനിയാണ്, അത് തുടങ്ങാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് എന്ന് ഇയാളെ ലൈസൻസ് ക്യാൻസൽ ചെയ്തോ അന്ന് മുതൽ ഇയാളെ ഗ്രാൻഡ് ഫാദർ ക്ലോസ് അവിടെ അവസാനിച്ചു. കാരണം 2011 നിയമം വന്നപ്പോൾ അതിന് മുമ്പ് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നുള്ള ഗ്രാൻഡ് ഫാദർ ക്ലോസ് ഉപയോഗിച്ചിട്ടാണ് കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ 2024 ഈ സ്ഥാപനത്തിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്തോടെ ആ ഗ്രാൻഡ് ഫാദർ ക്ലോസ് അവസാനിച്ചു. അപ്പോൾ ഇനി അവിടെ അങ്ങനെ സ്ഥാപനം തുടങ്ങണമെങ്കിൽ പുതിയ നിയമപ്രകാരം കൺസെൻറ്റ് എടുത്ത് തുടങ്ങാൻ പാടുള്ളൂ. അത് ഇവർക്ക് കിട്ടത്തില്ല. കാരണം 25 മീറ്റർ ചുറ്റളവിൽ 8 വീടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പഴയ സ്ഥാപനത്തിന് കിട്ടിയ കൺസെൻറ്റ് ഉപയോഗിച്ചിട്ട് പുതിയ സ്ഥാപനത്തിന് ലൈസൻസ് കിട്ടും. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞ് കോടതിയിൽ പോയി സ്റ്റേ ഓർഡർ വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്യേണ്ട പണിയാണ്, നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ടും നമ്മൾ എത്രത്തോളം പറഞ്ഞിട്ടും ഞങ്ങൾക്കൊരു നീതിയും കിട്ടിയില്ല. ഒന്നാമത് ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ്, ഞാൻ അവിടെ മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഫിസ്റ്റുലേക്ക് ഇട്ടിട്ടുണ്ട് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി. അപ്പം അവിടെ വീട്ടിൽ റെസ്റ്റായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ സൗണ്ട്, കട്ടയടിക്കുന്നതിൻ്റെ സൗണ്ട് കാരണം, അതുപോലെ ലോഡ് ചെയ്യുമ്പോൾ ലോഡ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് കാരണം ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടി. 115, 120 ഹാർട്ട് ബീറ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ പരാതി കിട്ടിയിട്ട് പെട്ടിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറി താമസിക്കുന്നു, എറണാകുളത്ത് പോയി. അപ്പോൾ ഈ കേസ് നമ്മൾ കൊടുത്തതിൻ്റെ ഇത് വന്നപ്പോൾ അവർക്ക് സ്റ്റാൻഡിംഗ് കൗൺസിൽസ് ഉള്ളതുകൊണ്ട് അവരുടെ ഭാഗം കൂടെ കേൾക്കാൻ വേണ്ടി കോടതി പറഞ്ഞു. അപ്പം അത് പ്രകാരം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഹിയറിംഗ് വെച്ചു. ഹിയറിംഗ് വിളിച്ചപ്പോഴത്തേക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എൻവയോൺമെൻറ്റ് എഞ്ചിനീയർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതിയ സ്ഥാപനത്തിന് കൺസെൻറ്റ് കൊടുത്തിട്ടില്ല, പഴയ സ്ഥാപനത്തിന് മാത്രമേ കൺസെൻറ്റ് കൊടുത്തിട്ടുള്ളൂ. അപ്പം പുതിയ സ്ഥാപനത്തിൻ്റെ കൺസെൻറ്റിന് ആവശ്യമായ രേഖകൾ പരിശോധിച്ച് നടപടിയെടുക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അങ്ങനെ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്, അല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറിനെ അഡ്വൈസ് ചെയ്യാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാധനം ക്ലോസ് ചെയ്തു. LSGD അവിടെ നിന്നൊക്കെ ഇടപെട്ടിട്ട് ഈ സാധനം ക്ലോസ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാർച്ചിൽ വീണ്ടും ഇവർ തുറന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അഡ്വാൻസ് പെറ്റീഷൻ ഇട്ടു, അർജൻറ്റ് പെറ്റീഷൻ ഇട്ട് ഹിയറിംഗ് അഡ്വാൻസ് ചെയ്തു. അപ്പം കോടതി അപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചായത്തും അതുപോലെ തന്നെ ഓണറിൻ്റെ അഡ്വക്കേറ്റിൻ്റെ അടുത്തും അവരെ കൗണ്ടർ റിപ്പോർട്ടും ഫയൽ ചെയ്യാൻ പറഞ്ഞു. അപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തു. പഞ്ചായത്ത് ഇതുവരെയും അവർ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല. ഓണറിൻ്റെ അഡ്വക്കേറ്റ് കഴിഞ്ഞ ഹിയറിംഗ് ഈ ജൂണിലുണ്ടായിരുന്നു. അപ്പം കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ 1 മാസം കൂടെ സമയം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഓഗസ്റ്റ് 3-ാം തീയതി ആണ് അടുത്ത ഹിയറിംഗ് വെച്ചേക്കണേ. അപ്പം അവർ പറഞ്ഞിട്ടാണ്, അവർ ഫയൽ ചെയ്യേണ്ട സ്ഥലത്ത് അവരാണ് സമയം നീട്ടി ഉപയോഗിച്ചത്. അപ്പോൾ ഈ തിങ്കളാഴ്ച മുതൽ വീണ്ടും അത് തുറന്ന് പ്രവർത്തിച്ചു. അങ്ങനെ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി അടുത്ത് പറഞ്ഞു ഓൾറെഡി കേസ് കിടക്കുകയാണ്, അടഞ്ഞടക്കുന്ന സ്ഥാപനം വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ എന്താ സമ്മതിച്ചതെന്ന് പറഞ്ഞു. അപ്പം പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ പിന്നെ സ്റ്റേ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ ആ കേസിന് ഫൈനൽ ഓർഡർ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞത് ഇല്ലീഗൽ പരിപാടിയാണ്. അങ്ങനെ 2 ദിവസം ഞാൻ പഞ്ചായത്തിൽ സമരം ഇരുന്നു. പറഞ്ഞു ഇവിടെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ സെക്രട്ടറിന് മുമ്പ് പഞ്ചായത്ത് ഭരണസമിതി, കഴിഞ്ഞ ഭരണസമിതി ഏതായിരുന്നു, ഇപ്പോഴത്തെ ഭരണസമിതി ഏതാണ്? കഴിഞ്ഞ ഭരണസമിതി LDFിൻ്റെ ഭരണസമിതിയായിരുന്നു, ഇപ്പം UDFിൻ്റെ ഭരണസമിതിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഭരണസമിതി LDFിൻ്റെ ഭരണസമിതി ആയിരുന്ന സമയത്ത് നിങ്ങൾ അപ്പോഴും സമരം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ? സമരം ചെയ്തിട്ടില്ല, പരാതിപ്പെട്ടിട്ടുള്ളൂ. സമരം ചെയ്യുന്നത് ഇപ്പോഴാണ്. ഈ ആദ്യം ഈ പറയുന്നതുപോലെ ഏപ്രിൽ 1 തുറക്കാൻ ആകുമ്പോഴത്തേക്കും നമ്മളൊരു ദിവസം പോയി സമരം ചെയ്തായിരുന്നു പഞ്ചായത്ത്. അപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അത് അടപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ പറയണതുപോലെ ഇപ്പം ജൂലൈ അല്ലേ, ജൂലൈ മാസം ഈ തിങ്കളാഴ്ച മുതൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. അത് അടഞ്ഞ സ്ഥാനം വീണ്ടും തുറന്ന് പ്രവർത്തനം. പഴയ സെക്രട്ടറി തന്നെയാണോ ഇപ്പോഴും? പഴയ സെക്രട്ടറി തന്നെയാണ്. അപ്പോൾ ശരിക്കും അപ്പം ഓംബുഡ്സ്മാനെ സമീപിക്കുക അങ്ങനെ എന്തെങ്കിലും പോയോ? അല്ല, നമ്മൾ ഈ പറയണത് പോലെ ഈ LSGDയുടെ മുകളിലോട്ടുള്ള ഡെപ്യൂട്ടി ഡയറക്ടറിനെ അയച്ചു, പിന്നെ പ്രിൻസിപ്പൽ ഡയറക്ടറിനെ അയച്ചു, മിനിസ്റ്ററിന് അയച്ചു, അതുപോലെ തന്നെ ഇപ്പം മുഖ്യമന്ത്രിക്കും അയച്ചു. കാരണം ഇത് ടോട്ടലി ഇല്ലീഗലാണ്. പുതിയ സ്ഥാപനം തുടങ്ങി പുതിയ സ്ഥാപനത്തിൻ്റെ കൺസെൻറ്റ് എടുക്കണം. പഴയ സ്ഥാപനത്തിൻ്റെ കൺസെൻറ്റ് ഉപയോഗിച്ചാൽ പുതിയ സ്ഥാപനത്തിന്, അത് അവർക്കും അറിയാം ഇത് ഇല്ലീഗലാണ്. അമ്മ എത്ര വർഷമായിട്ട് നിങ്ങളവിടെ താമസിക്കുന്നു? ഞങ്ങൾ 2083 വെച്ച വീടാ. അപ്പോഴൊന്നും ഈ ഒരു ഇല്ല. ഇത് 2005 തുടങ്ങിയതാ. പ്രതിസന്ധിയാണ്.
നിങ്ങൾ മാത്രമല്ല അവിടെ വേറെ എത്ര താമസക്കാരുണ്ടാവാം? അത് അവിടെ താമസക്കാർ 8 പേരുണ്ടെങ്കിലും 4-5 പേരും വാടകക്കാരാണ്. ആദ്യം താമസിക്കുന്നവരൊക്കെ കൊടുത്ത് അതിന് തൊട്ട് മേലുള്ളവർ കൊടുത്തിട്ട് പോയി. ഇത് കാരണമാണോ അവരും പോകാനുള്ള കാരണം ഇതാണ്? അതിപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചില്ല. അവിടെ പൊടിയും ഇതും ഉണ്ടായിരുന്നു, അവരങ്ങോട്ട് മാറിപ്പോയി. അപ്പം ഉള്ളതെല്ലാം വാടകക്കാരാണ്. 2 പേര് അയാളുടെ കെട്ടിടത്തിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുക. അവിടെ തന്നെ ഹോട്ടലും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾ മന്ത്രിയോ അല്ലെങ്കിൽ SGD മന്ത്രിയോ അങ്ങനെയുള്ള ആരെയും കണ്ടായിരുന്നു? ഇല്ല, CM-ന്റെ പരാതി പരിഹാര സെല്ലിനകത്ത്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു കിഡ്നിയുടെ പ്രശ്നം, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് കണ്ണിന് കുറച്ച് കാഴ്ചയുള്ളൂ. അപ്പോൾ എല്ലായിടത്തും ഓടി നടന്ന് ഇതാക്കാൻ പറ്റില്ല. അനിയനുണ്ടായിരുന്നു. അനിയനെന്ന് വന്നപ്പോഴേ ഞങ്ങൾ പോയി കണ്ടത്. അപ്പോൾ അനിയൻ്റെ കാല് മുറിഞ്ഞിട്ട് പ്രശ്നമായിട്ട് അപ്പം ഹോസ്പിറ്റലായി ഇപ്പം. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഞാനും ഉമ്മായേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയി ഇവരെ കാണാനുള്ള ഇതെടുക്കാൻ വേണ്ടിയുള്ള സൗകര്യമില്ല. കാരണം കണ്ണിന് കാഴ്ചയില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിലേക്കാണ്. പിന്നെ അതും കൂടാതെ ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് ഒരു ഹോട്ടലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഇല്ലീഗലായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു ബിൽഡിങ്ങിനകത്താണ് ഹോട്ടൽ ഇതാക്കണേ. ഈ പുള്ളിയാണെങ്കിൽ അന്ന് അവിടെ ഒരു ചെറുതോടുണ്ടായിരുന്നു, അത് കയ്യേറിയിട്ടാണ് ഈ ബിൽഡിംഗ് പണി. അതിന് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഭൂരേഖ തഹസീൽദാർ വന്ന് അളക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എത്ര ദിവസം കൊണ്ടുപിടിക്കുന്നു? ഇതിപ്പം അവിടെ തിങ്കളും ചൊവ്വയും നമ്മൾ അവിടെ പഞ്ചായത്തിലിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ബുധനാഴ്ച ഇവിടെ വന്നു. അത് കഴിഞ്ഞ് ഉമ്മ ഇരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ 3 ദിവസമായിട്ട് ഉമ്മയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും കാണുക, മന്ത്രി ഇവിടെ കാണുക, കയറി കാണുക, കണ്ടിട്ടും അതാണ് നടക്കുന്നതാണ് നല്ലതെന്നാണ്. ഓക്കെ, നമ്മൾ പരാതി ഇതാക്കിയിട്ട് അവരങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ എന്തെങ്കിലും എന്താ തീരുമാനം എന്നുള്ളത് അറിയിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം നമുക്ക് സ്വന്തം വീട്ടിൽ താമസിക്കാൻ സൗകര്യമില്ല എന്നാണ് ഇവൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ചെറിയ കാര്യത്തിന് പോലും നമ്മൾ സെക്രട്ടറിയുടെ മുമ്പിൽ വന്ന് സമരം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളം തന്നെയാണെന്നാണ് നമ്മളിപ്പോൾ സംശയം. ഇവിടെയാണ് ഇത് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ചെറിയ സാധനം ഇവിടെ പഞ്ചായത്ത് തീർപ്പാക്കേണ്ട സംഭവമാണ്. അത് ഇല്ലീഗലാണെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അതിന് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ സെക്രട്ടറിയുടെ മുമ്പിൽ വന്ന് സമരം ചെയ്യേണ്ട അവസ്ഥ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല. ഇത് നമ്മൾ ബാക്കി സംസ്ഥാനത്തിനെ കുറ്റം പറയും, സംസ്ഥാനങ്ങളെ പറ്റി കുറ്റം പറയുമ്പോൾ നമ്മൾ വലിയ എല്ലാ കാര്യത്തിലും ഒന്നാമതെന്ന് പറയുമ്പോഴും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സെക്രട്ടറിയുടെ മുമ്പിൽ നിന്ന് സമരം ചെയ്യേണ്ട അവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ വന്നേക്കുന്നത്.